ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് അമൃത, ഇതെൻ്റെ അമ്മ വനജ. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ഡിസംബർ 2-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. ഇപ്പോൾ ഡോക്ടേഴ്സ് സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്യൂമർ കംപ്ലീറ്റായിട്ട് റിമൂവ് ആക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വശം തളർന്നു പോവുകയോ അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടുകയോ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 60% എടുത്തു. ബാക്കി 40% റേഡിയേഷനിലൂടെ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ 33 റേഡിയേഷൻ എനിക്കെടുത്തു. അതിനുശേഷം MRI ചെയ്ത് നോക്കിയപ്പോഴും ആ ട്യൂമറിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടേഴ്സ് എനിക്ക് കീമോയുടെ ടാബ്ലറ്റ്സ് തന്നു. ടാബ്ലറ്റ്സ് ഞാൻ 3 മാസം കഴിച്ചു. 3 മാസം കഴിച്ചതിന് ശേഷം MRI എടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ അപ്പോഴും ട്യൂമറിന് മാറ്റമൊന്നും ഉണ്ടായില്ല. പോരാത്തതിന് റേഡിയേഷൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ബൾജസും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കൃപാസനത്തിലെ പറ്റി അറിയുന്നത്. അമ്മയ്ക്കൊരു പത്രം കിട്ടിയാണ് അറിയുന്നത്. അങ്ങനെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. അന്ന് ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. പിന്നീട് ഒരു ദിവസം ഞങ്ങൾ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ച് കാശുരൂപം തന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടി പ്രാർത്ഥനയെല്ലാം ചൊല്ലി തുടങ്ങി. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങി. ഹോസ്പിറ്റലിൽ പോയപ്പോഴും കാശുരൂപം കൊണ്ടാണ് പോയത്. പിന്നീട് അടുത്ത MRIയിൽ ആദ്യമായിട്ട് ഡോക്ടേഴ്സ് ട്യൂമർ ഗ്രോത്ത് ഉള്ളതല്ല എന്ന് പറഞ്ഞു. അന്നേ വരെ ട്യൂമറിന് ഗ്രോത്ത് ഉള്ളതാണോ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നതാണോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. കൃപാസനം പത്രം ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട് പോയപ്പോൾ ഒരു വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ട ഒരു സിസ്റ്റർ എന്നോട് വന്നിട്ട്, മോൾക്ക് അസുഖമാണോ, പേടിക്കാനൊന്നുമില്ല കേട്ടോ, എത്രയും പെട്ടെന്ന് മാറും, ഇനി അധിക സമയം എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അതെൻ്റെ മാതാവായിരിക്കുമെന്ന്. അടുത്ത MRIയിൽ ഡോക്ടേഴ്സ് എന്നോട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു, ഇനി ടാബ്ലറ്റ്സ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമോ ഒന്നും ഇല്ല, ഇനി 6 മാസം കൂടുമ്പോൾ ഫോളോ അപ്പിന് മാത്രം വന്നാൽ മതി. മറ്റത് എല്ലാ ദിവസവും ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കീമോ ടാബ്ലറ്റ്സ് തരുന്നുണ്ടെങ്കിൽ കൂടി എനിക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനത് മുടക്കിയിട്ടുണ്ട്. അത് ഇപ്പം എനിക്കും അമ്മയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കൂടുതലായിട്ടും ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഈ രോഗം മാറ്റിത്തന്നതിന് അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് അച്ഛൻ ഈ അൾത്താരയിൽ വച്ചിട്ടാണ് ഈ കാശുരൂപം തന്നത്. ഈ കാശുരൂപം ഞാൻ അന്ന് മുതലേ ഈ ബ്രേസ്ലെറ്റ് തന്നെയാണ് കൊരുത്തിട്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം ഉടമ്പടി പുതുക്കാനായിട്ട് മുകളിലേക്ക് ചെന്നപ്പോൾ എൻ്റെ കാശുരൂപം നഷ്ടമായി. അപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. കാരണം അച്ഛൻ തന്ന കാശുരൂപമാണ്. ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ചുറ്റും നോക്കി, പക്ഷേ കണ്ടില്ല. എനിക്ക് നല്ല വിഷമമായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ കാശുരൂപം കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പുറത്ത് പോകത്തില്ല, ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം, എനിക്ക് കാശുരൂപം വേണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് എനിക്ക് നമ്മുടെ നിയോഗങ്ങൾ എഴുതാനുള്ള പേപ്പർ കൊണ്ട് തന്നു. ആ പേപ്പർ വാങ്ങിയിട്ട് ഞാൻ ഇരിക്കാൻ നേരം എൻ്റെ ചെയറിൻ്റെ അടിയിൽ നിന്ന് എനിക്ക് ആ കാശുരൂപം കിട്ടി. അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്കുള്ള രോഗസൗഖ്യമാണ്, അത് അമ്മ പറയും. എൻ്റെ പേര് വനജ. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2025 ജനുവരി 1-നാണ്. ഒരു പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി. എനിക്ക് രോഗസൗഖ്യം എൻ്റെ അമ്മ തന്നതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഭയങ്കര തലവേദനയും തലപ്പെരുപ്പുമായിരുന്നു. അങ്ങനെ കുറേ നാളുകൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുകയും പലയിടത്തും പോവുകയും പല ചികിത്സകൾ ചെയ്യുകയും ആവി പിടിക്കുകയും അങ്ങനെ കുറേ നാളുകൊണ്ട്, അതായത് ഒരു 1.5 വർഷത്തോളം ഞാൻ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. മോക്ക് വയ്യാതെ ആയതിന് ശേഷമാണ് എനിക്ക് ഈ തലവേദന വരുന്നതും തലപ്പെരുപ്പ് വരുന്നതും ഒക്കെ. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറയുന്നത് MRI എടുക്കണം, പിന്നെ അത് മാത്രമല്ല ടെൻഷൻ കുറയ്ക്കാൻ പറഞ്ഞു. ടെൻഷൻ കുറയ്ക്കാൻ പറയുമ്പോൾ എനിക്ക് എങ്ങനെ ടെൻഷൻ കുറയ്ക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം എൻ്റെ ദുഃഖങ്ങൾ അത്രയ്ക്കുണ്ട്. കാരണം എൻ്റെ അനിയത്തിയും മരിച്ച് 7-ൻ്റെന്നാണ് എൻ്റെ പൊന്നു മോക്ക് വയ്യാതെയാവുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് ടെൻഷനൊന്നല്ല, എനിക്ക് തലപ്പെരുപ്പും തലവേദനയും, എനിക്ക് ഭ്രാന്ത് പിടിച്ചു. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ കൂടി ഭ്രാന്ത് എടുപ്പിക്കരുതേ എന്ന് ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു. ഞാനൊരു അമ്മയാണ്, അമ്മേ നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ എന്നെ കൊണ്ട് ഇനി മരുന്ന് കഴിക്കാൻ പറ്റൂല, ഒരാശുപത്രിയിലും പോകാൻ പറ്റൂല,
എൻ്റെ അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മയോട് വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കിനി മരുന്നും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ അമ്മ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ 2 കൈയും നീട്ടി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ മോക്ക് ഇത് വന്നു, അത് ഞാൻ എൻ്റെ കൈ നീട്ടി ഞാൻ സ്വീകരിച്ചു. ഇനി ഇതും ഞാൻ സ്വീകരിക്കാം. എനിക്ക് എംആർഐ എടുക്കണ്ട, എനിക്കിനി മരുന്നും വേണ്ട, ഒന്നും വേണ്ട. അമ്മ എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്യാൻ പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ വൈകിട്ട് പ്രാർത്ഥന കഴിഞ്ഞു. അവിടെ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട്, 2 പ്രാവശ്യം പറഞ്ഞു, നിൻ്റെ ഉച്ചിയിൽ തൈലം ഒഴിക്കുക, നിൻ്റെ ഉച്ചിയിൽ തൈലം ഒഴിക്കുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, മറ്റേ നെറ്റിയിൽ ഞങ്ങൾ കുരിശ് വരച്ചാണ് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, പിന്നീട് ഞാൻ ഒന്നുകൂടെ ഞാൻ ചിന്തിച്ചു, എന്താണോ എന്തോ എനിക്കറിയില്ല. ഞാൻ വീണ്ടും റൂമിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് തൈലം എടുത്ത് എൻ്റെ ഉച്ചിയിൽ ഒഴിച്ചിട്ട് എൻ്റെ വലത് കൈ, ഞാൻ ഇടത് കൈ വെച്ച് എൻ്റെ നെഞ്ചോട് പ്രാർത്ഥിച്ചു. വലത് കൈ ഈ കുരിശ് എൻ്റെ അമ്മയുടെ കാശിരൂപവും എൻ്റെ തലയിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇനി എനിക്ക് ഈ തലവേദന വരരുത്, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, ഞാൻ ഭ്രാന്താശുപത്രിയിൽ പോയി ഞാൻ കിടക്കേണ്ടി വരും അമ്മേ, അത്രയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ അമ്മ കാത്തോളണേന്ന് ഞാൻ പറഞ്ഞു. അമ്മയുടെ കാൽക്കൽ വീണു. കാൽക്കലെന്ന് വീഴുമ്പോൾ എൻ്റെ അമ്മയുടെ ഫോട്ടോയും എൻ്റെ അപ്പൻ്റെ ഫോട്ടോയും ഞങ്ങളുടെ റൂമിലുണ്ട്. അവിടെ ചെന്ന് ഞാൻ കാൽക്കൽ വീണ് പറഞ്ഞു, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല, ഇനി ഇതിൽ കൂടുതൽ എൻ്റെ അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ തലവേദന മാറി, എൻ്റെ തലപ്പെരുപ്പ് മാറി. ഞാൻ ഓടി വന്നു ഒരു വചനമെടുത്തു. അതിൽ എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തന്നു, നിൻ്റെ വലത് കൈ ഞാൻ പിടിച്ചിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിൻ്റെ വലത് കൈ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ തലപ്പെരുപ്പ് മാറി, എൻ്റെ തലവേദന മാറി. അതും 1ാമത്തെ സാക്ഷ്യം. 2ാമത് എനിക്ക് 20 വർഷം കൊണ്ട് എനിക്ക് പൈൽസിൻ്റെ അസുഖമുണ്ട്. ഞാൻ കയറി ഇറങ്ങാത്ത ഒരു ആശുപത്രികളും ഇല്ല. ഒരുപാട് മരുന്നുകൾ കഴിച്ചു, ഒന്നിനും ഒരു ശാശ്വതമല്ല. അവസാനം അതിനു വേണ്ടി ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എന്നെക്കൊണ്ട് ഇനി വയ്യ, അത് എൻ്റെ അമ്മ കാത്തോളണം, ഞാൻ എൻ്റെ അമ്മയിലാണ് എല്ലാം സമർപ്പിക്കുന്നു. എൻ്റെ പൊന്നുമോളെയും എന്നെയും എൻ്റെ കുടുംബത്തെയും മൊത്തം എൻ്റെ അമ്മയിലും എൻ്റെ അപ്പനിലും ഞാൻ സമർപ്പിക്കുന്നു, നിങ്ങൾ കാത്തുകൊള്ളണം, എന്നെക്കൊണ്ട് ഇനി ഒന്നുകൊണ്ടും കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തന്ന തൈലവും ഉപ്പും കൊണ്ടുവന്നു. അത് ഞാൻ ഉപയോഗിച്ചു. മരുന്നുകളൊന്നും കഴിച്ചില്ല. ഏതാണ്ട് ഒരു 28-30 ദിവസത്തിനകത്ത് എനിക്ക് ആ പൈൽസ് മാർക്കിട്ടി. പിന്നെ എനിക്ക് ഇതുവരെയും അത് വന്നിട്ടില്ല. അതിന് ഞാൻ എൻ്റെ അമ്മയോട് കോടാനുകോടി നന്ദി പറയുന്നു. എല്ലാത്തിനും ഒരുപാട് നന്ദി പറയുന്നു. ഭ്രാന്തെടുത്ത് ഞാൻ നടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എനിക്ക് താങ്ങാനുള്ള ശക്തിയില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സിന് ബലം തന്നു, ശരീരത്തിന് ബലം തന്നു, എനിക്ക് എല്ലാം കൊണ്ടും ആത്മബലം തന്നു. എൻ്റെ മോക്കും ആത്മബലം കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചു. അവൾക്കും അതുപോലെ തന്നെയാണ്. എല്ലാത്തിനും അവൾക്ക് പോവാനും വരാനായാലും എന്തിനായാലും ആശുപത്രിയിൽ പോകാനായാലും എല്ലാത്തിനും ബലം കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് സൗഖ്യം തന്നു. അതിനുവേണ്ടി എൻ്റെ അമ്മയോടും എൻ്റെ അപ്പനോടും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് അനാഥാലയത്തിൽ പോവുകയും അവിടെ കൊണ്ടുവന്ന് ഭക്ഷണത്തിന് പൈസ കൊടുക്കുകയും ഭക്ഷണത്തിന് അവിടെ ഇടപാട് ചെയ്ത്, അങ്ങനെ ഇപ്പം കഴിഞ്ഞ മാസം മോളുടെ ജന്മനാളായിരുന്നു, അവിടെ സദ്യ ഒരുക്കി ഞങ്ങളും കൂടി അവിടെ പോയിരുന്നു. അവിടെ 30 പേരുണ്ട്. അവിടുത്തെ സ്റ്റാഫുകളും അവർക്കും ഞങ്ങൾക്കും കൂടി 50 സദ്യയ്ക്ക് പറഞ്ഞു അവിടെ സദ്യ കൊടുക്കുകയും, അല്ലാതെ വീട്ടിൽ വരുന്നവർക്ക് ഞങ്ങൾ പൈസയായിട്ട് കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും തുണി കൊടുക്കുകയും, പിന്നെ അതുപോലെ തന്നെ എല്ലാ ആശുപത്രികളിലും പോയി രോഗികളെ കാണുകയും അവർക്ക് എന്തെങ്കിലും ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ കൊടുക്കുകയും, അതേപോലെ തന്നെ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഞങ്ങൾക്ക് ഓരോ രോഗികളെയും ഇതായിട്ട് വരുന്നവർക്കൊക്കെ അറിയില്ല, എന്താണെന്ന് അറിയില്ല, ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന പൈസ ഞങ്ങൾ അയച്ചു കൊടുക്കുകയും എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയുന്ന പിന്നെ പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡുകളിൽ, മറ്റേ ഓട്ടോ സ്റ്റാൻഡുകളിൽ, ബസ്സിനകത്ത്, പിന്നെ അങ്ങനെ പറയണ്ട RCCയിൽ, മെഡിക്കൽ കോളേജിൽ ഒക്കെ പത്രങ്ങൾ വിതരണം ചെയ്യുകയും അവിടെ ചോറ് കൊണ്ട് കൊടുക്കുകയും, മെഡിക്കൽ കോളേജിൽ ചോറ് കൊണ്ട് കൊടുക്കുകയും RCCയിൽ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ. എല്ലാം തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയും. പിന്നെ പ്രാർത്ഥനാ ജീവിതം, ഞങ്ങൾ അക്രൈസ്തരാണ്. എനിക്ക് കൊന്ത ചൊല്ലാനൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു ആൻറ്റി എന്നെ പഠിപ്പിച്ചിട്ട് ഞങ്ങളിപ്പോൾ എന്നും കൊന്ത ചൊല്ലാറുണ്ട്. രാവിലെയും വൈകിട്ടും ഞങ്ങൾ ബൈബിള് വായിക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കാണാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്.
പിന്നെ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റമെന്ന് വെച്ചാൽ എനിക്ക് എല്ലാത്തിനും ഭയങ്കര പേടിയായിരുന്നു. ചുമ്മാ ഓരോന്ന് ആലോചിച്ചിരുന്ന് ടെൻഷൻ അടിക്കലായിരുന്നു ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അസുഖം വന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ അസുഖം വന്നതുകൊണ്ടാണ് എനിക്കിവിടെ വരാൻ പറ്റിയതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ എനിക്ക് ആലപ്പുഴ പള്ളിയിൽ വരണം എന്ന് പറഞ്ഞാൽ അവരൊരു പക്ഷേ കൊണ്ടുവരത്തില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരുവനന്തപുരത്ത് വെട്ടാട് പള്ളിയിലൊക്കെ പോകാറുണ്ട്. ഈ അസുഖത്തിലൂടെയാണ് എനിക്കിവിടെ വരാൻ പറ്റിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ ഉടമ്പടിയെ കാണുന്നത്. പിന്നെ ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ കിട്ടിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം 6-ാം തിരുവചനം. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. അമൃത എന്ന ഈ മകളും അമ്മയും കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ ലഭിച്ച വലിയ രോഗസൗഖ്യങ്ങളെ സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ തനിക്ക് വന്ന ബ്രെയിൻ ട്യൂമറിൻ്റെ രോഗാവസ്ഥ എങ്ങനെ അച്ഛൻ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണമായി സൗഖ്യപ്പെടുകയും അതിൻ്റെ ക്ലേശങ്ങൾ മുഴുവനും മാറിയതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. അത് ആദ്യം കുറച്ച് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുകയും ബാക്കി എന്ത് ചികിത്സ ചെയ്തിട്ടും ഫലമില്ലാതെ വീണ്ടും അത് വഷളായിക്കൊണ്ടിരിക്കുകയും ചെയ്ത നാളുകളിലാണ് മകൾ അച്ഛൻ്റെ പ്രാർത്ഥന തേടി എത്തുകയും അച്ഛൻ കൈവപ്പ് വെച്ച് തൈലം സൈത്ത് പൂശി ബലപ്പെടുത്തി പ്രാർത്ഥിക്കുകയും മകൾക്ക് അമ്മ മാതാവിൻ്റെ കാശുരൂപം കൊടുത്തുകൊണ്ട് ഇത് നിനക്ക് സംരക്ഷണത്തിനും ആരോഗ്യത്തിനും സഹായമാകുമെന്ന് ഉറപ്പ് കൊടുത്ത മകളെ വിടുകയും ചെയ്യുക. ഡോക്ടർമാർ പോലും അതിനുശേഷമാണ് മകളുടെ ആ രോഗം കുറയുന്നതായും പിന്നീട് ശമിക്കുന്നതായുമുള്ള ഒരു നിഗമനങ്ങളിലേക്ക് ചെന്നെത്തുക. മകളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളാണെന്ന് ആവർത്തിച്ച് മകൾ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ മകളുടെ അമ്മ 2 രോഗങ്ങളുടെ സൗഖ്യത്തെയാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തിയത്. തൻ്റെ മകൾ രോഗിണിയായി ഗുരുതരാവസ്ഥയിൽ ഏറെ ക്ലേശത്തോടു കൂടി കടന്നുപോയ നാളുകൾ, തൻ്റെ സഹോദരി മരണപ്പെട്ട നാളുകൾ, അത് രണ്ടും തനിക്ക് വലിയ ബുദ്ധിമുട്ടായി മാറുന്നതും തലയിൽ ഭാരവും പെരുപ്പും വേദനയുമായി ഒന്നും ചെയ്യുവാനാവാത്ത വിധം മാനസിക നില തെറ്റിപ്പോകുന്ന വിധം തൻ്റെ ജീവിതം മാറുമ്പോഴാണ് അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുത്ത് സഹോദരി പൂർണ്ണമായി തന്നെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അമ്മ പ്രാർത്ഥിച്ച രീതി, പ്രാർത്ഥിച്ച വാക്കുകൾ അതൊക്കെ നാം ശ്രവിച്ചു. അമ്മ ഒന്ന് മാത്രമേ ഉള്ളൂ, മറ്റെങ്ങും ആശ്രയമില്ല, മറ്റൊരു ചികിത്സയ്ക്കും പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്താണോ അമ്മ മാതാവ് ആഗ്രഹിക്കുന്നത് അത് സ്വീകരിക്കുവാൻ തയ്യാറാണ്. പൂർണ്ണമായും എന്നെ തന്നെ, എൻ്റെ ആയിരിക്കുന്ന മുഴുവൻ അവസ്ഥകളെയും അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു എന്ന ശരണപ്പെട്ട വിശ്വാസമാണ് അമ്മയുടെ സാക്ഷ്യത്തിൽ നാം കേട്ടത്. അമ്മ കേട്ട അശരീരി, അത് ഉടമ്പടി തൈലം ഉച്ചിയിലൊഴിക്കുക എന്ന അശരീരി 2 തവണ കേട്ടത് അമ്മ സൂചിപ്പിക്കുന്നുണ്ട്. ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത്. ഉടമ്പടിയിലാണോ, ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയുമാണോ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. നിശ്ചയമായും അമ്മ മാതാവ് കൃത്യമായ സന്ദേശം നമുക്ക് കൈമാറും. അത് വാക്കുകളായിട്ടാവാം, ചില സംഭവങ്ങളിലൂടെ ആവാം, ചില വ്യക്തികളിലൂടെ ആവാം, ചില ദൈവവചനത്തിലൂടെ ആവാം, ചില സ്വപ്നങ്ങളിലൂടെ ആവാം. ഇത് കൃത്യമായി നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും. ഈ സന്ദേശങ്ങളെ വിവേചിച്ചറിയുകയും അതനുസരിച്ച് ജീവിതത്തിൽ തീരുമാനമെടുക്കുവാൻ നാം തയ്യാറാവുകയും ചെയ്യുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ ആദ്യപടിയായിരിക്കും. അമ്മ സാധാരണ പോലെ നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് വീണ്ടും ഈ ഒരു അശരീരിയുടെ സ്വാധീനം വല്ലാതെ ബാധിക്കുന്നത്. അങ്ങനെയാണ് പ്രാർത്ഥനാ മുറിയിൽ കയറി ആ ഉച്ചിയിൽ ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും ഒഴിക്കുകയും ഉടമ്പടി കാശുരൂപം എടുത്ത് കയ്യിൽ പിടിച്ച് തൻ്റെ തലയിൽ അത് ചേർത്ത് വെച്ച് ഈ നിമിഷം മുതൽ ഈ തലവേദന, ഈ പെരുപ്പൽ, ഈ ഭാരം പൂർണ്ണമായി മാറുന്നതിന് വേണ്ടി അമ്മയോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വേണമെങ്കിൽ പറയാം, കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മ ഇനി എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോയി പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ഈ നിമിഷം ഇപ്പോൾ മുതൽ
ഇത് പൂർണ്ണമായി മാറ്റിത്തരണമെന്ന്. അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവന് ദൈവമഹത്വം ദർശിക്കാനാകുമെന്ന് വചനം നമ്മളെ എപ്പോഴും ബലപ്പെടുത്തുന്നതാണ്. നാം സംശയമില്ലാതെ ചോദിക്കുന്നത് അനുവദിച്ച് കിട്ടുമെന്ന് വചനം നമ്മളെ എപ്പോഴും ബലപ്പെടുത്തുന്നതാണ്. അമ്മ പറയുന്നുണ്ട്, അതിനുശേഷം എനിക്ക് തലവേദന വന്നിട്ടില്ല, എനിക്ക് കാര്യങ്ങൾ ഭാരപ്പെട്ട കാര്യങ്ങൾ പോലും ഏറ്റെടുക്കുവാനുള്ള മാനസിക ബലം കിട്ടി. 23 വർഷത്തോളമുള്ള അമ്മയുടെ പൈൽസ് രോഗത്തെയും സൂചിപ്പിച്ചു. അതിനും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ചതിലൂടെ അമ്മയ്ക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുകയും മറ്റു മരുന്നോ ഔഷധങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ നേർച്ച വസ്തുക്കളുടെ അമ്മയ്ക്ക് ലഭിച്ച സൗഖ്യത്തെയും അമ്മ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി അത് മകൾ പറയുന്നുണ്ട്, അത് ജീവിതത്തെ കുറേ കൂടി ദൈവത്തിൽ ആശ്രയിക്കുവാൻ, വിശ്വാസത്തിൽ അടിയുറക്കുവാൻ, ദൈവം ഇന്നും ശക്തിയോടുകൂടി വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ആത്മീയ പ്രാർത്ഥനാ പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ചൊല്ലുന്ന പ്രാർത്ഥനകൾ, ചെയ്യുന്ന പ്രവൃത്തികൾ, വിശ്വസിച്ച് വായിക്കുന്ന ദൈവവചനങ്ങൾ അതൊക്കെയും നമുക്ക് ജീവിതത്തിന് കരുത്തായി മാറുന്നത്. സഹോദരി മകൾ പറഞ്ഞു, അത് മറ്റുള്ളവർ എന്നേലും രോഗികളായിരിക്കുന്നവരോട് ഞാൻ എൻ്റെ കൃപാസനം പത്രം കൈമാറിക്കൊണ്ട് അമ്മയുടെ പ്രത്യേകമായ ശുദ്ധിയെക്കുറിച്ച്, ഈശോ വഴി ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. എനിക്ക് ഈ ക്രൈസ്തവികമായ പ്രാർത്ഥനകളൊന്നും അറിയാതിരുന്നിട്ടും ഓരോന്നും ഞാൻ പഠിച്ചു. അതൊരു പരിശ്രമവും അത് അമ്മയോടുള്ള ഉടമ്പടിയിലുള്ള വിശ്വസ്തതയുമാണ്. ഓരോന്നും പഠിച്ചത് അതുപോലെ എന്താണോ ഓരോ ഉടമ്പടി ധ്യാനത്തിലും അച്ഛൻ പറഞ്ഞു തരിക, അച്ഛൻ പറയുന്നതനുസരിച്ച് അത് സ്വാംശീകരിക്കുകയും ജീവിക്കുകയും ചെയ്തു. അത് കുടുംബത്തിലുള്ള ഓരോ കാര്യത്തിനും സംരക്ഷണമായി തീർന്നു, കണ്ണീരൊപ്പുന്ന കരുതലായി തീർന്നു, സ്നേഹം നിറയ്ക്കുന്ന അനുഭവമായി തീർന്നു, രോഗം സൗഖ്യപ്പെടുന്ന ദൈവത്തിൻ്റെ ഇടപെടലായി മാറി. മറ്റൊന്നുകൂടി മോൾ പറഞ്ഞു, നിങ്ങൾക്ക് തമാശയെങ്കിലും വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു പൂച്ചയ്ക്ക് വേണ്ടി അമ്മയുടെ കരങ്ങളിലാണ് ഞാൻ കണ്ണീരോടെ നിയോഗം വെച്ചത്. അത് പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുള്ള അമ്മ, ഈ സർവ്വ ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന അമ്മ, എനിക്കതിനെ മടക്കിത്തരണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ ഒരു പോറൽ പോലും എടുക്കാതെ അതെൻ്റെ ഭവനത്തിൽ മടങ്ങിയെത്തിയെന്ന ആ ഓരോ വാക്കും നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ്. എത്ര കണ്ട് ജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ, ചെറിയ പ്രായത്തിലെ രോഗാവസ്ഥയിൽ, ഒരു വരുമാനവുമില്ല, സമ്പത്തൊന്നുമില്ലാതെ ക്ലേശിക്കുന്ന ജീവിതത്തിൻ്റെ വല്ലാത്ത നാളുകളിൽ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹവും സംരക്ഷണവും സൗഖ്യവും നൽകുന്നത്. നമ്മുടെ ജീവിതത്തിനും അമ്മയിലൂടെ ഇത് പ്രാപിക്കാനാവും. ഉടമ്പടിയോട് നാം പുലർത്തുന്ന വിശ്വസ്തത ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം നേടുന്നതിനുള്ള അടിസ്ഥാനമാണ്. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും.